എന്നും എല്ലാവർക്കും ഒരു വെല്ലുവിളിയാണ്. മാറി വന്ന സാഹചര്യങ്ങളിൽ അത് കുറച്ചുകൂടെ ഉയർന്ന വെല്ലുവിളിയായിട്ടാണ് ഇപ്പോൾ ആധുനിക മാതാപിതാക്കൾക്ക് അനുഭവപ്പെടുന്നത്. കുട്ടികൾ അവരുടെ കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും എത്തുമ്പോൾ ഈ വെല്ലുവിളി കൂടുതൽ കരുത്താർജിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാന സാഹചര്യം? നമ്മൾ ആദ്യം അത് ഒന്ന് കാണാം. വളരെയധികം ഊർജം നിറഞ്ഞ റിബല്യസ് ആയിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പ്രായഘട്ടമാണ് കൗമാരവും യൗവനവും. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അവർക്ക് പുതുതായ ലഭിച്ച ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ അവർ പുണരുകയാണ്. എന്താണ്? തങ്ങൾ മാതാപിതാക്കൾക്കും മൂത്തവർക്കും അധികാരങ്ങളിൽ ഇരിക്കുന്നവർക്കും അപ്പുറമാണ് എന്നുള്ളൊരു ചിന്ത അവരെ പൂർണ്ണമായിട്ടും കീഴടക്കുകയാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ പ്രായപൂർത്തിയിലേക്ക് എത്തുന്നു എന്ന ചിന്തയിൽ നിന്ന് തങ്ങൾക്ക് എന്തുമാകാം എന്ന് സ്വാതന്ത്ര്യബോധത്തോടു കൂടി ചിന്തിക്കുന്ന കൗമാരക്കാരും യുവജനങ്ങളും പലപ്പോഴും അവരുടെ മാതാപിതാക്കൾക്ക് ഒരു തലവേദന തന്നെ സൃഷ്ടിക്കാറുണ്ട്. അവരുടെ മറ്റു പ്രത്യേകതകളാണ് എന്തിനേയും എതിർക്കാനുള്ള ഒരു മനസ്സ്, എന്തിനേയും നിഷേധിക്കാനുള്ള ഒരു മനസ്സ്, എന്തിനേയും പ്രതിരോധിക്കുവാനും റിബല്യസ് ആകുവാനുമുള്ള ഒരു മനസ്സ്, മൂത്തവരോട് അധികാര സ്ഥാനത്തുള്ളവരോട് തറുതലിക്കുന്ന ബാക്ക് ആൻസർ ചെയ്യുന്ന ഒരു രീതി, അനുസരണക്കേടിന്റെ രീതി. നമ്മൾ അവരോട് അരുത് എന്ന് പറയുന്നത് അവർ ആയിക്കോട്ടെ എന്നാണ് എടുക്കുക. എന്താണ്? എതിർക്കാനും എതിരായിട്ട് പ്രവർത്തിക്കാനുമുള്ള ഒരു മനസ്സാണ് ആ പ്രായത്തിന്റെ പ്രത്യേകത. അവർക്ക് ഉപദേശം ഇഷ്ടമല്ല എന്ന് മാത്രമല്ല, അത്യധികമായി വെറുപ്പുളവാക്കുന്ന കാര്യവുമാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത മറ്റു കാര്യങ്ങളാണ് നിയമങ്ങൾ, നിയമസംഹിതകൾ, നിർദ്ദേശങ്ങൾ, അതേസമയം റെസ്ട്രിക്ഷൻസ്, തടസ്സങ്ങൾ, ടൈം ടേബിൾസ്, സമയവിവര പട്ടികകൾ, ഓർഡർ, ക്രമം, ഇംപൊസിഷൻസ്, മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ. വീണ്ടും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് യൂണിഫോമും കോഡും ക്രമവും നിയന്ത്രണവും ഒക്കെ. The thing they hate most is the nagging of the mothers. അമ്മമാർ പിറകെ നടന്ന് ചൊറിയുന്നതാണ് അവർക്ക് ഏറ്റവും അധികം അനിഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യം. അമ്മമാർ അധ്യാപകരാണെങ്കിൽ പറയുകയും വേണ്ട. ഒരു പക്ഷേ ഇത്തരം കൗമാര യൗവന കാലഘട്ടത്തിൽ അവരെ നയിക്കേണ്ടിയിരുന്നത് അവർ വിശ്വസിക്കുന്ന മതസങ്കല്പങ്ങളിലെ, മതഗ്രന്ഥങ്ങളിലെ നിർദ്ദേശങ്ങളും നിയമങ്ങളുമാണ്. എന്നാൽ ആ മത നിയമങ്ങൾക്ക് തന്നെ ഒരു ഡിറക്റ്റീവ് രീതിയുണ്ട് എന്നുള്ളതാണ് നമുക്കേറെ വ്യസനകരം. ഡൂസ് ആൻഡ് ഡോൺസ് നമ്മുടെ മതസങ്കല്പങ്ങളുടെ ഒരു കോമൺ പ്രത്യേകതയാണ്. എല്ലാ മതഗ്രന്ഥങ്ങൾക്കും അത്തരമൊരു പ്രത്യേകതയുണ്ട്. ഞാൻ വളരെ പ്രത്യേകമായിട്ട് ബൈബിളിനെ എടുത്തു പറയുകയാണ്. ഡ്യൂട്രോണമിക്കൽ ലാംഗ്വേജ് ഈസ് ഓവർലി ഡിറക്റ്റീവ്. നിയമാവർത്തന പുസ്തകത്തിലെ അരുത് എന്ന് പറയുന്ന ഒട്ടനവധി നിയമങ്ങളും ചെയ്യുക എന്ന അർത്ഥത്തിൽ പറയുന്ന ഒട്ടനവധി നിർദ്ദേശങ്ങളും ബൈബിളിന്റെ മാത്രം പ്രത്യേകതയല്ല, എല്ലാ മതസംഹിതകളുടെയും പ്രത്യേകതയാണ്. ടാബൂസ്, മതപരമായിട്ടുള്ള ഭാഷയിൽ ടാബൂസും വളരെയധികമായിട്ട് മുഴച്ചു നിൽക്കുന്നുണ്ട്. പാടില്ല എന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടം കാര്യങ്ങൾ. അപ്പോൾ മതപരമായിട്ടുള്ള ഭാഷ എങ്ങനെയായി തീരും? ഷുഡ് നോട്ട്, മസ്റ്റ് നോട്ട്, ഓട്ട് നോട്ട് എന്നൊക്കെയായി തീരും. ഫലമോ
ഇന്നത്തെ പുതിയ തലമുറ കൗമാരവും യൗവനവും ആ ചോദ്യം ഉയർത്തുകയാണ്. വൈ? എന്തുകൊണ്ട്? എന്തുകൊണ്ട് പാടില്ല? എന്തുകൊണ്ട് ചെയ്യരുത്? എന്തുകൊണ്ട് അങ്ങനെ ആവരുത് എന്ന ചോദ്യം അവർ ഉയർത്തുകയാണ്. കൗമാരക്കാർക്കും യൗവന പ്രായത്തിലുള്ളവർക്കും മതപരമായ വേദികളിൽ അവർ ഏറ്റവും വെറുക്കുന്ന ഒന്നായിട്ട് മാറുകയാണ് ഉപദേശ പ്രസംഗങ്ങൾ. നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന, മേലെ നിന്ന് അടിച്ചേൽപ്പിക്കപ്പെടുന്ന നിർദ്ദേശങ്ങൾ. ഏത് മത സാഹചര്യത്തിലും ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആകാൻ സാധ്യതയുണ്ട്. കാരണം അവർ ഇടപെടുന്നത് കൗമാരത്തോടും യൗവനത്തോടും ആയതുകൊണ്ട് തന്നെ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നോൺ ഡിറക്റ്റീവ് രീതിക്ക് അതിന്റെ പ്രാധാന്യം കൈവരിക. നോൺ ഡിറക്റ്റീവ് രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ബേസ് എന്താണ്? അതിന്റെ അടിസ്ഥാനം എന്താണ്? കാൾ റോജേഴ്സിന്റെ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ഫോർ ഓൾ, എല്ലാവരെയും വ്യവസ്ഥകളില്ലാതെ അംഗീകരിക്കുന്ന, പോസിറ്റീവ് റിഗാർഡ് കൊടുക്കുന്ന കാൾ റോജേഴ്സിന്റെ സങ്കല്പത്തിൽ നിന്നാണ്, ക്ലയന്റ് സെന്റേർഡ് അപ്രോച്ചിൽ നിന്നാണ് നോൺ ഡിറക്റ്റീവ് മെത്തേഡിന്റെ ബേസ് എന്ന് പറയാം. അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കാൾ റോജേഴ്സ് എന്ന ഹ്യൂമനിസ്റ്റ് സൈക്കോളജിസ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ആകത്തുക ഇതാണ്: acceptance and support of a person regardless of what the person say or does. വ്യക്തി എന്തു തന്നെ പറഞ്ഞാലും, വ്യക്തി എന്തു തന്നെ ചെയ്താലും അതിനോട് വ്യവസ്ഥകളില്ലാതെ അംഗീകാരം കൊടുക്കുന്ന, പിന്തുണ കൊടുക്കുന്ന ഒരു അപ്രോച്ചാണ് ഈ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡിന് ഉള്ളത്. ക്ലയന്റ് സെന്റേർഡ് അപ്രോച്ചിൽ, ക്ലയന്റ് സെന്റേർഡ് തെറപ്പിയിൽ ഇതിന് ഏറെ പ്രാധാന്യമുണ്ട്. നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നോൺ ഡിറക്റ്റീവ് മെത്തേഡിന്റെ ഒരു ബേസ്, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡിൽ ബേസ് ചെയ്തുള്ള നോൺ ഡിറക്റ്റീവ് മെത്തേഡിലേക്ക് വരുമ്പോൾ അതിന്റെ പ്രത്യേകതകൾ ഇങ്ങനെയൊക്കെയാണ്. വി ബിലീവ് ഇൻ എ ക്ലീൻ സ്ലേറ്റ്. ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ലേറ്റിൽ നമ്മൾ വിശ്വസിക്കുന്നു. സ്റ്റേറ്റ് അല്ല, സ്ലേറ്റിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതായത് ഞാനൊരു വ്യക്തിയെ പരിഗണിക്കുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് മുൻകൂറായിട്ടുള്ള മുൻവിധികളോ മറ്റാരെങ്കിലും എന്നോട് പറഞ്ഞതിന്റെ വെളിച്ചത്തിലുള്ള വിധി കൽപ്പനകളോ എനിക്കില്ല. മറിച്ച് എന്താണ് എനിക്കുള്ളത്? ഒരു ക്ലീൻ സ്ലേറ്റ് ആണുള്ളത്. ഒരു ലേബലും നൽകാതെ, ഒരു മുൻവിധിയിലും അയാളെ തളച്ചിടാതെ, ഒരു തുറന്ന മനസ്ഥിതി, ആ വ്യക്തിയെ ആ വ്യക്തിയായിട്ട് കാണാനും വില വയ്ക്കാനുമുള്ള ഒരു സമീപനം. ഇതിന് മറ്റ് തരത്തിൽ, മറ്റ് രീതിയിൽ, ഭാഷയിൽ നമുക്ക് ഇങ്ങനെ പറയാം: ബേസിക്കലി ഓൾ പീപ്പിൾ ആർ ഗുഡ്. അടിസ്ഥാനപരമായി എല്ലാ മനുഷ്യരും നല്ലവരാണ്. അപ്പോൾ എന്നെ അപ്രോച്ച് ചെയ്യുന്ന, ഞാൻ പരിഗണിക്കുന്ന ഏതൊരു വ്യക്തിയെയും അടിസ്ഥാനപരമായിട്ട് ആ മനുഷ്യൻ, അത് പുരുഷനായാലും സ്ത്രീ ആയാലും ഏത് മതസ്ഥരായാലും, അവരെ നല്ലവരായിട്ട് കണ്ടുകൊണ്ടുള്ള ഒരു സമീപന രീതിയാണ് നോൺ ഡിറക്റ്റീവ് രീതിയിലേത്. ദൈവവിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ വി ആർ ഓൾ ക്രിയേഷൻസ് ഓഫ് ഗോഡ്. ഈശ്വരൻ, ഭഗവാൻ, അള്ളാഹു സൃഷ്ടിച്ചതാണ് നമ്മളെ എങ്കിൽ അവരെയും ഈശ്വരൻ, ഭഗവാൻ, അള്ളാഹു സൃഷ്ടിച്ചതാണ്. ഞാനും ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ്, അവനും അവളും ദൈവത്തിന്റെ സൃഷ്ടി തന്നെയാണ്. അഹം ബ്രഹ്മാസ്മി, എന്റെ ഉള്ളിൽ ദൈവമുണ്ട്, ദൈവാംശമുണ്ട്. അദ്വൈതം, ദൈവവും ഞാനും രണ്ടല്ല, ഒരു യാഥാർത്ഥ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ അതെന്നെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ അവനെ കുറിച്ചും അവളെ കുറിച്ചും പറയാം. നമുക്കറിയാം നാരായണ ഗുരു നടത്തിയ കണ്ണാടി പ്രതിഷ്ഠകളെ കുറിച്ച്. അദ്ദേഹത്തിന്റെ ദർശനം ഇതായിരുന്നു: കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുന്നവൻ ഈശ്വരനെ കാണുമെന്നുള്ളതായിരുന്നു. കണ്ണാടി ദർശനങ്ങളിൽ നിൽക്കുന്ന, കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുന്ന ഒരാൾ ഈശ്വരനെ കാണുന്ന സാഹചര്യം ഉണ്ടായാൽ, ഞാൻ നിൽക്കുമ്പോൾ കാണുന്നതും ഈശ്വരനാണ്, അവനോ അവളോ നിൽക്കുമ്പോഴും കാണുന്നത് ഈശ്വരൻ തന്നെയാണ്. അതായത് അവനെ പോലെ അവളെ പോലെ
വില വെക്കപ്പെടേണ്ട ഒരു ജീവിതമായി മാത്രം ഞാൻ എന്നെയും കാണുന്നു. അല്ലെങ്കിൽ ഞാൻ എന്നെ കാണുന്നത് പോലെ, എന്നെ വില വെക്കുന്നത് പോലെ അവനെയും അവളെയും വില വെച്ചുകൊണ്ടാണ് നോൺ ഡിറക്റ്റീവ് രീതി, അതാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡും ഉദ്ദേശിക്കുന്നത്. ഐ ഡിസേർവ് ലവ് ആൻഡ് റെസ്പെക്ട്, സോ ഡസ് ഹി, സോ ഡസ് ഷീ. ഞാൻ വില അർഹിക്കുന്നത് പോലെ, ഞാൻ സ്നേഹവും ആദരവും അർഹിക്കുന്നത് പോലെ അവനും അവളും എന്റെ സ്നേഹവും ആദരവും അർഹിക്കുന്നു എന്ന് പറഞ്ഞു വെക്കും ഈ സ്കൂൾ. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എപ്പോഴും തലവേദന തരുന്ന ഏതാനും ചില മേഖലകളിൽ നോൺ ഡിറക്റ്റീവ് മെത്തേഡ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. പലപ്പോഴും ഏത് മതവിഭാഗങ്ങളിലും, ആൺകുട്ടികളുടെ ഇടയിലും പെൺകുട്ടികളുടെ ഇടയിലും, സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പ്രശ്നമാകാവുന്ന ഒരു കാര്യമാണ് ഡ്രസ് കോഡ്. ഡ്രസ് കോഡ്, ആ ഡ്രസ് കോഡിലേക്ക് നമ്മൾ നോൺ ഡിറക്റ്റീവ് രീതി ആവിഷ്കരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരും. നിങ്ങൾ ഒരു പക്ഷേ വാട്സപ്പിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ക്രിസ്ത്യൻ പുരോഹിതന്റെ പ്രസംഗം പലരും, ഇതര മതസ്ഥർ പോലും കേട്ടിട്ടുണ്ടാവും. അതിങ്ങനെയാണ്, ചുരിദാറിനെ കുറിച്ച് വിലയിരുത്തിക്കൊണ്ട് നടത്തുന്ന, വളരെ ക്രിട്ടിക്കലായിട്ട് നടത്തുന്ന ഒരു പ്രസംഗം. അതിങ്ങനെയാണ് പറയുക: ചുരിദാർ എന്ന് പറയുന്ന ഒരു വസ്ത്രമുണ്ട്, അതവൾ ആദ്യമിട്ടപ്പോൾ കഴുത്തിന് ചുറ്റും ഒരു ഷോൾ ഉണ്ടായിരുന്നു. ചെകുത്താൻ അവളുടെ മനസ്സിലേക്ക് കയറി, അവൾ ആ ഷോൾ എടുത്ത് ഒരു ഏറെറിഞ്ഞു. വീണ്ടും ചെകുത്താൻ അവളുടെ മനസ്സിലേക്ക് കയറി, അവൾ അതിന്റെ സൈഡങ്ങ് വെട്ടാൻ തുടങ്ങി. എന്റെ ചോദ്യം ഇതാണ്, തുടർന്ന് ആ മനുഷ്യൻ പറയുന്നത് എന്തു തന്നെയായാലും അത് കേൾക്കുന്ന ഒരു പെൺകുട്ടി ആ ആരാധനാലയത്തിലേക്ക് കടന്നു വരുമോ, അതോ പൂർണ്ണമായിട്ടും അങ്ങോട്ടുള്ള വരവ് നിർത്തുമോ? ഡിറക്റ്റീവ് രീതിയുടെ പ്രോബ്ലമാണിത്. അതേസമയം അതേ സന്ദേശം നോൺ ഡിറക്റ്റീവ് രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് എന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഉദാഹരണങ്ങൾ സഹിതമാണ് ഇത് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് വനിത ഇവിടെ എൻ്റെ സെന്ററിൽ ഒരു സഹായത്തിനായിട്ട് വന്ന് മടങ്ങിപ്പോകുന്ന ദിവസം എന്നോടൊരു പ്രത്യേക സഹായം ആവശ്യപ്പെടുകയാണ്. ടോബിയച്ച, ബുദ്ധിമുട്ടില്ലെങ്കിൽ എൻ്റെ കൂടെ കാലടി ടൗൺ വരെ ഒന്ന് വരാമോ? ഞാൻ ചോദിച്ചു, എന്തിനാണ്? അപ്പൊ എനിക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. താങ്കൾ ബാർഗെയിൻ ചെയ്യാൻ മിടുക്കനാണെന്ന് എനിക്കറിയാം. ബാർഗെയിൻ ചെയ്യാൻ ഞാൻ മിടുക്കൻ തന്നെയാണ്. പക്ഷേ ഞാൻ കൂടെ പോയപ്പോഴാണ് എനിക്ക് അമളി മനസ്സിലായത്, ആദ്യം കയറിയത് തുണിക്കടയിലാണ്. ഇവര് മേടിക്കുന്നതെല്ലാം ലേഡീസിന്റെ ഡ്രസ്സാണ്. ഞാൻ അച്ഛനാണെന്ന് ആ കടക്കാർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. ഞാൻ മെല്ലെ അങ്ങ് മാറി നിന്ന് ഞാൻ ഇതിനെ നിരീക്ഷിക്കുകയാണ്. നിരീക്ഷിക്കുമ്പോൾ എൻ്റെ ഉദ്ദേശം ഇതാണ്, വാങ്ങല് കഴിയുമ്പോൾ എന്തെങ്കിലും ബില്ലിൽ കുറച്ച് താൻ പറഞ്ഞാൽ മതിയല്ലോ. ആ സമയത്ത് കടയിൽ ഒരമ്മയും 8-ലോ 9-ലോ 10-ലോ 11-ലോ അതിനപ്പുറം പോകില്ല പഠിക്കുന്ന ഒരു കുട്ടിയും, ഒരു പെൺകുട്ടിയും. നമുക്കറിയാം, ടെക്സ്റ്റൈൽ ഷോറൂമുകളിൽ സെക്കൻഡ്സ് വിൽക്കാനായിട്ട് അല്ലെങ്കിൽ അല്പം ഡാമേജ് ഉള്ള ഡ്രസ്സുകൾ വിൽക്കാനായിട്ട് ഒരു പെട്ടി വെക്കാറുണ്ട്. അവൾ വന്ന് ആ പെട്ടിയിലെ പല ഡ്രസ് ഐറ്റംസ് എടുത്ത് മറിച്ചു നോക്കുകയാണ്. ഒരു പ്രത്യേക സ്കേർട്ട് എടുത്തപ്പോൾ അവൾ വളരെ ഹാപ്പിയായി. എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി, അവൾക്കത് ഇഷ്ടപ്പെട്ടു, അവൾക്കത് വേണം. ഞാൻ കണ്ടു അവൾ അവളുടെ ഡ്രസ്സിന് മുകളിൽ കൂടെ അത് വെച്ച് നോക്കുന്നത്. ഉള്ളത് പറയാമല്ലോ, ആ പെൺകുട്ടിയുടെ നഗ്നത പൂർണ്ണമായിട്ട് ആ വസ്ത്രം കവർ ചെയ്യുമോ ഇല്ലയോ എന്നെനിക്ക് സംശയമുണ്ട്. എങ്കിലും കാര്യത്തിൽ കൗതുകമുള്ളത് കൊണ്ട് ഞാൻ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ നോക്കി നിന്നു. അവൾ വില ചോദിച്ചു. കടക്കാരൻ പറഞ്ഞു 85 രൂപ. അവൾക്ക് സന്തോഷമായി, വില കുറവാ. അവൾ അമ്മയോട് വാശി പിടിക്കുകയാണ്, എനിക്കത് വാങ്ങണം. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സ്ത്രീ ചോദിച്ച ചോദ്യങ്ങൾ, ആ കുട്ടിയോട് ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ ചോദിക്കുകയാണ്. ആ മകളോട് ആ അമ്മ ചോദിക്കുകയാണ്. ആ അമ്മ എല്ലാവർക്കും വേണ്ടതെല്ലാം വാങ്ങുന്നുണ്ടെന്ന് ഓർക്കണം. അച്ഛനുള്ളതും
അവളുടെ സഹോദരന്മാർക്കുള്ളതും സഹോദരിമാർക്കുള്ളതും അവൾക്കുള്ളതും തനിക്ക് തന്നെ ഉള്ളതും എല്ലാം ആ അമ്മ ഒന്നിനു പുറകെ ഒന്നായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഒറ്റയ്ക്ക് മാറി നിന്ന് ഇത് വാങ്ങാനായിട്ട് വാശി പിടിക്കവേ ആ അമ്മ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: മകളെ, നിനക്കിത് സ്കൂളിൽ ഇടാനാകുമോ? അവൾ തലയാട്ടി ഇല്ല എന്ന അർത്ഥത്തിൽ. അടുത്ത ചോദ്യം: മകൾക്കിത് പള്ളിയിൽ ധരിക്കാൻ സാധിക്കുമോ? ഇല്ല എന്ന അർത്ഥത്തിൽ അവൾക്ക് തലയാട്ടി. പിന്നെ എന്തിനാണ് മോളെ നിനക്കിത്? ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ആ ചോദ്യങ്ങളിൽ നോൺ ഡിറക്റ്റീവ് രീതിയുണ്ട്. എന്താണ്? പറ്റില്ല, മേടിച്ച് തരില്ല, അത് നിനക്ക് വേണ്ട എന്ന് പറയുന്നതിന് പകരം അവളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു രീതി, അവളെ കൊണ്ട് അതിന്റെ വരും വരായികകൾ ചിന്തിപ്പിക്കുന്ന ഒരു രീതി. എന്റെ മുൻപിൽ ഒരു വാശിപിടുത്തവും കൂടാതെ ആ പെൺകുട്ടി വഴങ്ങുന്നത് ഞാൻ കണ്ടു. അമ്മയോട് വഴങ്ങുന്നത് ഞാൻ കണ്ടു. അമ്മ മേടിച്ച സാധനങ്ങളുമായിട്ട് അവർ കടവിട്ടു പോകുന്നത് ഞാൻ കണ്ടു. നമുക്ക് എപ്പോഴും പ്രശ്നം വരുന്ന ഒരു കാര്യമാണ് ലോ വേസ്റ്റ്. പല സ്ഥാപനങ്ങളുടെയും നിയമാവലിയിൽ അല്ലെങ്കിൽ ഹാൻഡ് ബുക്കിൽ, ഡയറിയിൽ ലോ വേസ്റ്റ് വസ്ത്രങ്ങൾ ധരിക്കരുത് എന്ന് എഴുതി വെക്കുക വരെ ചെയ്തിട്ടുണ്ട്. ലോ വേസ്റ്റിനെതിരെ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ലോ വേസ്റ്റ് ധരിക്കരുത് എന്ന് പറയുന്നതിന് പകരം ഞാൻ പറയുക ഇതാണ്: മോനെ, നിന്റെ അധ്യാപിക നിന്റെ അടുത്തു വരുമ്പോൾ അവരുടെ പേന താഴെ വീണെന്ന് വിചാരിക്കുക. ആ പേന ആർക്കും മാനക്കേടുണ്ടാക്കാതെ നിനക്ക് കുനിഞ്ഞെടുത്ത് കൊടുക്കാൻ പറ്റുവോടാ? വളരെ കൂളായിട്ട് പയ്യന്മാര് പറയും, എനിക്ക് പറ്റുവച്ചോ. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, മറുചോദ്യം ഇതാണ്: നിനക്ക് പറ്റും മോനെ, മാനക്കേട് ഞങ്ങൾക്കല്ലേടാ. എന്താ കാര്യം? അവൻ കുനിയുമ്പോൾ നമ്മൾ കാണേണ്ടത് ഒരു വരയാണ്. അതിന് പകരം നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരു ആകൃതിയാണെങ്കിലോ? ഐ റിപ്പീറ്റ്, അവൻ കുനിയുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇങ്ങനെ ഒരു ആകൃതിയാണ്. അതിന് പകരം നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരു ആകൃതിയാണെങ്കിലോ? ഞാൻ ഇത്രേ പറയുള്ളൂ. അലക്കിയിട്ട് ഉണങ്ങാൻ ഇടുമ്പോൾ പോലും, ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ ബാൽക്കണികൾ ഓർക്കുക, അലക്കിയിട്ട് ഉണങ്ങാൻ ഇടുമ്പോൾ പോലും മനുഷ്യന്റെ മറയത്തിടുന്ന നമ്മളുടെ അടിവസ്ത്രങ്ങൾ സ്വന്തം ദേഹത്ത് കിടക്കുമ്പോൾ അത് പുറത്ത് കാണിക്കാൻ നീ ആരാടാ? ഫാൻഡമോ സൂപ്പർമാനോ? ഐ റിപ്പീറ്റ്, അലക്കിയിട്ട് ഉണങ്ങാനിടുമ്പോൾ മനുഷ്യന്റെ മറയത്തിടുന്ന, മനുഷ്യനിൽ നിന്ന് മറച്ചിടുന്ന നമ്മൾ അതേ അടിവസ്ത്രങ്ങൾ നമ്മുടെ ശരീരത്തിൽ കിടക്കുമ്പോൾ അത് വെളിയിലിടാൻ നീ ആരാടാ? ഫാൻഡമോ സൂപ്പർമാനോ? ഞാൻ നടത്തുന്നത് ഒരു പുതിയ രീതി ഒന്നുമല്ല, മറിച്ച് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. ഒരു പക്ഷേ ആദ്യമായി ലോ വേസ്റ്റ് ഇടരുത് എന്ന നിർദ്ദേശത്തിന് പകരം താൻ വസ്ത്രം ധരിച്ച് പുറത്ത് കടക്കുമ്പോഴും താൻ അർദ്ധനഗ്നനാണ് എന്ന തിരിച്ചറിവ്, അല്ലെങ്കിൽ ഞാൻ കുനിയുമ്പോഴോ ഈ സാധനങ്ങൾ എടുക്കുമ്പോഴോ ഒക്കെ ഞാൻ അർദ്ധനഗ്നനാണ് എന്ന പരമാർത്ഥം ആ വ്യക്തിയുടെ ഉള്ളിൽ തെളിയുകയാണ്. വീണ്ടും ഡ്രസ് കോഡിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ പ്രതീക്ഷിക്കും ഒരു പക്ഷേ ഞാനൊരു പഴഞ്ചൻ അച്ഛനാ, അതുകൊണ്ട് അരുതാത്തതൊന്നും ധരിച്ച് പുറത്തേക്ക് പോകരുത് എന്ന് ഞാൻ പറയുമെന്ന്. എന്റെ പൊന്ന് സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതിന്റെ പേരിൽ അതിനോട് റിബെല്ല് ചെയ്തുകൊണ്ട് അവർ നഗ്നരായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഞാൻ ഇടവരുത്തില്ല. ഞാൻ എന്താ പറയുക, മക്കളെ, നിങ്ങൾ എന്ത് വസ്ത്രവും ധരിച്ചോണ്ട് പുറത്തേക്ക് പോയിക്കോ, ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ പോകുന്നതിന് തൊട്ട് മുൻപ് നിങ്ങളൊരു ചെറിയ കണ്ണാടി എടുത്തിട്ട്
നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും പിടിച്ചു നോക്കുക. വെറുതെ പിടിച്ചാ പോരാ, കണ്ണാടിയിൽ തെളിയുന്ന ദൃശ്യങ്ങളിലേക്ക് നോക്കണം. എന്താണ്? വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുറിയുടെ പ്രൈവസിയിൽ നിൽക്കുമ്പോൾ കണ്ണാടിയിൽ തെളിയുന്ന ദൃശ്യങ്ങളിലേക്ക് നോക്കുക. ആ തെളിയുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ട് എനിക്ക് നാണക്കേടില്ലെങ്കിൽ ഞാൻ വെളിയിലേക്ക് പോവുക. എനിക്ക് നാണക്കേട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ബാക്കി അവർ ചെയ്തോളൂ, നമ്മൾ പറയണ്ട. നോൺ ഡയറക്റ്റീവ് രീതി അങ്ങനെയാണ് വരിക. നിങ്ങൾക്കൊരു പക്ഷേ യൂട്യൂബിൽ കാണാവുന്ന ഒരു വീഡിയോ, സേവിയേഴ്സ് ഫുള്ളി എക്സ്പ്ലെയിൻഡ്. സെന്റ് സേവിയേഴ്സ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇവിടെയുണ്ട്, ഈ ഗ്രൂപ്പിലുണ്ട്. സേവിയേഴ്സ് ഫുള്ളി എക്സ്പ്ലെയിൻഡ്. ഞങ്ങളുടെ മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജിൽ 2014 15 മറ്റോ ഒരു അധ്യാപക ദിനത്തിൽ കോളേജിന്റെ പ്രിൻസിപ്പലും കൗൺസിലറും കൂടെ, അതായത് 60-65 വയസ്സുള്ള 2 വയോധികരായിട്ടുള്ള പുരോഹിതർ ഒരുമിച്ച് ആടിക്കളിക്കുന്ന ഒരു മ്യൂസിക്കൽ സ്കിറ്റ്. എന്താണ് ആ മ്യൂസിക്കൽ സ്കിറ്റിൽ? കോളേജിലെ പല കാര്യങ്ങൾ വളരെ സരസമായിട്ട് അവതരിപ്പിക്കുകയാണ്. ആ സരസമായിട്ട് അവതരിപ്പിക്കുന്ന ആ മ്യൂസിക്കൽ സ്കിറ്റിൽ ലൈബ്രറിയെ കുറിച്ച് പറയുന്ന ഭാഗം ഇതാണ്. ലൈബ്രറിയിൽ അനേകം ഗ്രന്ഥങ്ങളുണ്ട്. അധ്യാപകരും കുട്ടികളും എപ്പോഴാണ് ഞങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കുക എന്ന് വിലപിച്ചുകൊണ്ട് കബേർഡുകളിൽ കാത്തിരിക്കുന്ന അനേകം പുസ്തകങ്ങളും പീരിയോഡിക്കൽസും ഉണ്ട് എന്ന് പറയുമ്പോൾ ലൈബ്രറി അണ്ടർ യൂസ്ഡ് ആണ്. മക്കളെ, ലൈബ്രറി ഉപയോഗിക്കുക എന്ന നിർദ്ദേശമാണ് അവർ നോൺ ഡയറക്റ്റീവ്ലി വെക്കുന്നത്. ഓക്കെ, വീണ്ടും ലൈബ്രറിയെ കുറിച്ച് പറയുമ്പോൾ ലൈബ്രറി പ്രണയത്തിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് എന്ന് കളിയാക്കിക്കൊണ്ട് പറയുമ്പോൾ കുട്ടികളും അധ്യാപകരും ആർത്ത് ചിരിക്കുകയാണ്. ഒരു നിർദ്ദേശ രൂപത്തിൽ അവരോട് പറയുന്നത് നോൺ ഡയറക്റ്റീവ്ലി അവതരിപ്പിക്കുമ്പോൾ ആർത്ത് ചിരിച്ചുകൊണ്ട് അത് സ്വീകരിക്കത്തക്ക വണ്ണം അത് അവരുടെ ഉള്ളിലേക്ക് കയറുകയാണ്. അതേ വീഡിയോയിൽ അവസാന ഭാഗത്ത് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഒരുപക്ഷെ അധ്യാപകരുടെയും പോലും ഡ്രസ്സിംഗ് പാറ്റേൺസിലെ വികലത കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരാൾ വർണ്ണിക്കുകയാണ്. ആ വൈദികരിൽ ഒരാൾ വർണ്ണിക്കുകയാണ്, അതിങ്ങനെയാണ് ഇതങ്ങനെയാണ് എന്ന് വർണ്ണിച്ചു കഴിയുമ്പോൾ മറ്റേയാള് വളരെ എന്താ പറയുക, അതിനോട് കൂറ് പുലർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, ഇൻ സേവിയേഴ്സ് വൺ ഷുഡ് നോ വാട്ട് ടു ഷോ ആൻഡ് വാട്ട് നോട്ട് ടു ഷോ. നമ്മുടെ കോളേജിൽ എന്തു പുറത്ത് കാണിക്കാമെന്നും എന്തു പുറത്ത് കാണിക്കരുതെന്നും അധ്യാപകർക്കും കുട്ടികൾക്കും മനസ്സിലാകേണ്ടതാണ് എന്ന് പറയുമ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അത് സ്വീകരിക്കുന്ന കുട്ടികളുടെ ക്രൗഡിനെ നമുക്ക് കാണാം. നിർദ്ദേശ രൂപത്തിലോ നിയമത്തിന്റെ രൂപത്തിലോ കൊടുത്താൽ ഒരു പക്ഷേ പ്രതിരോധിക്കുന്ന എതിർക്കുന്ന യുവജനത ആർത്ത് ചിരിച്ചുകൊണ്ട് അത് സ്വീകരിക്കുകയും ഒരു പക്ഷേ ആദ്യമായി ഓർക്കുകയാണ്, തങ്ങൾ ഡ്രസ്സ് ധരിച്ച് ഡീസന്റ് എന്ന് വിചാരിച്ച് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴും തങ്ങളുടെ നഗ്നത പുറത്ത് കാണപ്പെടുന്നു എന്ന കാര്യം അവർ തിരിച്ചറിയുമ്പോൾ ആ വൈദികർ നടത്തുന്നത് ഒരു നോൺ ഡയറക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. ക്ഷമിക്കണം, മതങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ സംസാരിച്ചത് ഞാനൊരു പുരോഹിതനായതുകൊണ്ട് മാത്രമല്ല, ഡിറക്റ്റിവിറ്റി ഏറ്റവും കൂടുതൽ വരാവുന്ന ഒരു മേഖലയായതുകൊണ്ടാണ്. അവിടെ പോലും നമുക്ക് നോൺ ഡയറക്റ്റീവ് ആകാൻ സാധിക്കും എന്നാണ് ഞാൻ തെളിയിക്കാൻ ശ്രമിക്കുന്നത്. രണ്ടാമതൊരു മേഖല പ്രണയബന്ധങ്ങളുടെ മേഖലയാണ്. പ്രണയബന്ധങ്ങളിൽ കുട്ടികൾ പെട്ടാൽ ബന്ധുജനങ്ങൾ, പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ, ചിലപ്പോൾ ആൺകുട്ടിയുടെ മാതാപിതാക്കളും എന്താണ് ചെയ്യുക? സ്നേഹിക്കപ്പെടുന്ന ആ പങ്കാളിയെ കുറിച്ച് മോശമായ വിവരങ്ങൾ ആധികാരികമായിട്ട് കണ്ടെത്തിയോ അല്ലാതെയോ വിളമ്പാൻ തുടങ്ങും. ദയവ് ചെയ്ത് ചെയ്യരുത്. എന്താണ് സംഭവിക്കുക? എന്റെ പങ്കാളിയെ കുറിച്ച് മോശമായിട്ട് പറയുമ്പോൾ ആ പങ്കാളിക്ക്
പ്രതിരോധം സൃഷ്ടിക്കാനായിട്ട് അതെന്റെ മനസ്സിൽ ശക്തി പ്രാപിക്കുകയാണ്. ആ വികാരം എൻ്റെ മനസ്സിൽ ശക്തി പ്രാപിക്കുകയാണ്. അതിന് പകരം ചെയ്യേണ്ടത് എന്താണ്? അവരെ കൊണ്ട് ചിന്തിപ്പിക്കുക. ഇത് യോജിക്കുന്ന ബന്ധമാണോ? ഇത് ജെനുവിനായിട്ടുള്ള ബന്ധമാണോ? ഇത് നീണ്ടു നിൽക്കാവുന്ന ബന്ധമാണോ? ഇത് വിവാഹത്തിലേക്ക് പ്രൊസീഡ് ചെയ്യാവുന്ന ശാശ്വതമായ ഒരു ബന്ധമാണോ? നമ്മൾ വാസ്തവത്തിൽ അവരെ ചിന്തിപ്പിക്കണം. അവരെ ചിന്തിപ്പിച്ചാൽ ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലങ്ങൾ അവരിൽ നിന്ന് പുറപ്പെട്ടു വരാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും മറ്റേ പാർട്ടിയെ കൊച്ചാക്കുകയോ അവരുടെ തന്നെ ഉദ്ദേശത്തെ എതിർക്കുകയോ ചെയ്യരുത്. എതിർത്താൽ അത് ശക്തി പ്രാപിക്കും. കാരണം അവർക്ക് അവരുടെ ഇഷ്ടം ശരിയാണെന്ന് തെളിയിക്കണം. അവർ തെരഞ്ഞെടുത്തത് നല്ലതാണെന്ന് തെളിയിക്കണം. അപ്പൊ അതിനെതിരായിട്ടുള്ള പ്രതിരോധം, അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർ പ്രതിരോധം സൃഷ്ടിക്കും. മുന്നോട്ട് പോകുമ്പോൾ അവരെ കൊണ്ട് നമ്മൾ ചിന്തിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? വളരെ പ്രാക്ടിക്കലായിട്ട് ഇത് തനിക്ക് ചേർന്ന ജീവിത പങ്കാളിയാണോ എന്നും ഇതുവരെയുള്ള അവൈലബിൾ ഡാറ്റ, അവൈലബിൾ എവിഡൻസ് വെച്ചുകൊണ്ട് ഈ ബന്ധത്തെ ശാശ്വതം എന്ന് കരുതാവോ എന്നും ആൺകുട്ടിയും പെൺകുട്ടിയും ചിന്തിക്കുമ്പോൾ അതിൽ അപക്വതയുണ്ടെങ്കിൽ അവർ പിൻവാങ്ങാൻ അത് കാരണമാകും. നമ്മുടെ പ്രശ്നം അതേ ഉള്ളൂ. അപക്വതയുണ്ടെങ്കിൽ, ബന്ധങ്ങളിൽ അപക്വതയുണ്ടെങ്കിൽ അവർ പിൻവാങ്ങട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ bring them to critical thinking where they will weigh the options. അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് വിമർശന വിധേയമായിട്ട് അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, തൂക്കി അളക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് അവരുടെ ഓപ്ഷൻസ് നല്ല വെളിച്ചത്തിൽ കാണാനും ഉചിതമായത് തെരഞ്ഞെടുക്കാനും ഉചിതമല്ലാത്തത് തള്ളിക്കളയാനും സാധിക്കും. ഇനി അവരെ കൊണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ്ങിലേക്ക് നയിക്കുന്നതിന് വേറൊരു മെച്ചം കൂടിയുണ്ട്. ടു മേക്ക് ദം അവെയർ ഓഫ് ദ കോൺസിക്വൻസസ്. ഞാനിപ്പോൾ എടുക്കുന്ന ഈ തീരുമാനത്തിന്റെ, ഈ തെരഞ്ഞെടുപ്പിന്റെ പരിണത ഫലങ്ങൾ എന്താണ് എന്ന് വ്യക്തിയെ കൊണ്ട് ചിന്തിപ്പിക്കാനും ഈ മെത്തേഡ് സഹായിക്കും. മൂന്നാമതൊരു ഉദാഹരണം ഞാൻ സാമ്പത്തികത്തിന്റെ കൈകാര്യത്തിലേക്ക് വരികയാണ്. സാമ്പത്തിക അച്ചടക്കം കുട്ടികൾക്ക് കൊടുക്കുന്ന കാര്യത്തിൽ എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വീട്, ഒരു കുടുംബം. ഓട്ടോ ഡ്രൈവറാണ് കുടുംബനാഥൻ, വളരെ പാവപ്പെട്ടവർ, വീട്ടിൽ ടീപ്പോയ് അല്ലാതെ ഫർണിച്ചറുകൾ ഒന്നും ഇല്ലാത്തവർ. ആ ഓട്ടോ ഡ്രൈവർ തന്റെ മക്കളെ സാമ്പത്തിക അച്ചടക്കം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് കുട്ടികൾ മോഷ്ടിക്കുന്നില്ല എന്ന അഭിമാനത്തോടു കൂടി ആ മനുഷ്യൻ എന്റെ മുൻപിൽ ഏറ്റുപറയുകയാണ്. ഞാൻ ചോദിച്ചത് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ്, ഞാൻ ഇതാണ് ഫാദറെ ചെയ്യുക. എന്താണ്? വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ അന്നത്തെ സമ്പാദ്യങ്ങൾ മുഴുവൻ പോക്കറ്റിൽ നിന്ന് ആ ടീപ്പോയിലേക്ക് കുടഞ്ഞിടും. ഭാര്യയും മക്കളും അയാളും കൂടെ ആ ടീപ്പോയുടെ ചുറ്റും ഇരുന്ന് അത് എണ്ണിപ്പെറുക്കി നോട്ടുകൾ ക്ലാസിഫൈ ചെയ്ത് തിട്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് വണ്ടിയുടെ CC അടയ്ക്കാനുള്ള തുകയും പിറ്റേന്ന് പെട്രോൾ അടിക്കാനുള്ള തുകയും മക്കൾ എണ്ണി അപ്പന്റെ കയ്യിൽ കൊടുക്കും. അരിയും പച്ചക്കറിയും മറ്റ് സാമാനങ്ങളും വാങ്ങാനുള്ള തുക മക്കൾ എണ്ണി അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കും. നോട്ട് ബുക്കോ പേനയോ പെൻസിലോ സ്കെയിലോ മറ്റ് പഠനോപകരണങ്ങളോ മേടിക്കാനുള്ള കാര്യം ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള തുക അവരവർ എണ്ണിയെടുക്കും. ബാക്കി വരുന്ന തുച്ഛമായ തുക അവരുടെ കുഞ്ഞി കൈകൾ കൊണ്ട് തന്നെ ആ മനുഷ്യൻ അവരുടെ സമ്പാദ്യപ്പെട്ടിയിൽ കുടുക്കയിലേക്ക് ഇടിപ്പിക്കും. ഫലം എന്താണ്? തന്റെ അച്ഛൻ എത്ര അധ്വാനിച്ചിട്ടും ഇത്ര മാത്രമേ മിച്ചം വെക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നവർ തിരിച്ചറിയുകയാണ്. ഒരാശുപത്രി കേസ് വന്നാൽ, ഒരപകടം വന്നാൽ, ഒരു എമർജൻസി വന്നാൽ തീരാവുന്നതേ ഉള്ളൂ എന്റെ മാതാപിതാക്കളുടെ മിച്ചം വെച്ച തുക എന്ന് തിരിച്ചറിയുന്ന മക്കൾ ഉത്തരവാദിത്വത്തോടു കൂടി പണം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ
പഠിക്കുന്നു എന്ന് സാരം. മറ്റൊരു ഉദാഹരണം പരിഗണിച്ചാൽ അതേ മനുഷ്യൻ ചെയ്യുന്നത്, ഇത് ഞാൻ ചോദിക്കാതെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അന്ന് എന്നെ അദ്ദേഹം കണ്ടുമുട്ടിയ നാളിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയ്ക്കും 3 മക്കൾക്കും എനിക്കും അറിയാവുന്ന ഒരു സ്ഥലത്ത് ഒരു കൊച്ചു പെട്ടിയിൽ 10 5 രൂപ നോട്ടുകൾ വെക്കും. കൂട്ടത്തിൽ ഒരു കടലാസും ഒരു പേനയും വെക്കും. ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾ ആർക്കു വേണമെങ്കിലും അതിൽ നിന്ന് പണം എടുക്കാം. എടുത്താൽ അത് ഡേറ്റ് എഴുതി പേരെഴുതി എത്രയാണ് എടുത്തത് എന്ന് അവിടെ എഴുതി വെക്കണം. ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ള തുക അവിടെ നിക്ഷേപിക്കണം, അതും രേഖപ്പെടുത്തണം. അവിടെ പണം തീർന്നാൽ അത് വീണ്ടും ഫില്ല് ചെയ്യേണ്ടത് അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ ഉത്തരവാദിത്വമാണ്. അഭിമാനത്തോടെ ആ മനുഷ്യൻ, വെറും ഓട്ടോ ഡ്രൈവറായ ആ മനുഷ്യൻ, എവിടെ നിന്ന് പഠിച്ചെന്നറിയില്ല, ആ മനുഷ്യൻ എന്നോട് പറയുകയാണ്, അച്ഛാ, എൻ്റെ മക്കൾ മോഷ്ടിക്കാറില്ല, എൻ്റെ മക്കൾ പണം ദുർവ്യയം ചെയ്യാറില്ല. അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടല്ല, പണം അതിരുവിട്ട് ചെലവഴിക്കരുത് എന്ന് നിർദ്ദേശങ്ങൾ വെച്ചത് കൊണ്ടല്ല, മറിച്ച് നോൺ ഡിറക്റ്റീവായിട്ട് അവരുടെ ഉള്ളിലേക്ക് പണത്തോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം, പണം എങ്ങനെ ഉപയോഗിക്കണം എന്നവർക്ക് മാതൃക കാണിച്ചു കൊടുത്തത് കൊണ്ടാണ്. എൻ്റെ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ഈ സെന്ററിൽ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ എൻ്റെ കൂട്ടുകാരിൽ 2 പേർ തമ്മിൽ ഒരു കശപിശ. അച്ഛന്മാരാകാൻ പോകുന്നവരാ. അപ്പൊ എല്ലാ ഉത്തരവാദിത്വങ്ങളും ചെയ്തു പഠിക്കണം. ഒരാൾ പണത്തിന്റെ ചാർജ് വഹിക്കുന്നു, മറ്റേയാൾ അടുക്കളയുടെ ചാർജ് വഹിക്കുന്നു. പണം വഹിക്കുന്ന ആള് പറയുകയാണ്, ഞാൻ നിശ്ചിത തുക കിച്ചന്റെ ചാർജുള്ള ആൾക്ക് കൊടുത്തു. കിച്ചന്റെ ചാർജുള്ള ആള് പറയുകയാണ്, എനിക്ക് കിട്ടിയിട്ടില്ല. ആദ്യം അത് ഒരു മുറിയിലെ ഒരു ചെറിയ കുശുകുശുപ്പായിരുന്നു. ഞങ്ങളുടെ ഓടിട്ട കെട്ടിടങ്ങളായതുകൊണ്ട് മച്ച് അത്ര സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് ആ മച്ചിന് മുകളിൽ കൂടെ ആ ശബ്ദം അടുത്ത മുറികളിലേക്ക് എത്തിത്തുടങ്ങി. 2ാമത്തെ ദിവസം ആ പ്രശ്നം സുപ്പീരിയറുടെ മുൻപിലെത്തി. ഒരു ഫുൾ ദിവസം ആ സുപ്പീരിയർ ആ 2 സഹോദരന്മാരോടൊപ്പം ഇരുന്ന് പ്രശ്നം തീർക്കാൻ ശ്രമിച്ചു. 3ാമത്തെ ദിവസം ഒരു മീറ്റിംഗ് കൂടി. മീറ്റിംഗിൽ സുപ്പീരിയർ സംസാരിച്ചത് ഇത്ര മാത്രം: The chapter is closed. ആ അധ്യായം അടച്ചു കഴിഞ്ഞു. ഇനി ഒന്നും മിണ്ടരുത്, ഇനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തരുത്. ഓക്കെ, അതൊന്നും പറഞ്ഞിട്ടില്ല. ചാപ്റ്റർ ഈസ് ക്ലോസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥമായിട്ടാണ് ഞാനത് പറയുന്നത്. 2ാമത്തെ സെന്റൻസ് കേട്ടോളൂ. You are more important for the society than ₹2000. നിങ്ങളാണ് സഭയ്ക്ക് കൂടുതൽ പ്രധാനപ്പെട്ടത് 2000 രൂപയേക്കാൾ. പണത്തിന് എന്തു വില കൽപ്പിക്കണമെന്നും മനുഷ്യർക്ക് എത്രമേൽ വില കൽപ്പിക്കണമെന്നും മനുഷ്യ ബന്ധങ്ങൾക്കുള്ളിൽ പണം കടന്നു വന്നാൽ വലിയ വിപത്തുകൾ ഉണ്ടാകുമെന്നും എന്തിനാ പറയുന്നേ? കടാര കൊണ്ട് ചങ്കിന് കുത്തി എഴുതിയാൽ ഇത്രയും നന്നായിട്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയുമായിരുന്നില്ല. കടാര കൊണ്ട് ചങ്കിൽ കുത്തി എഴുതുന്നത് പോലെ ആ സന്ദേശം ഞങ്ങളുടെ ഉള്ളിൽ പതിയുകയാണ്. നോൺ ഡിറക്റ്റീവ് രീതിയിൽ ആ സുപ്പീരിയറുടെ വാക്കുകൾ, യു ആർ മോർ ഇമ്പോർട്ടന്റ് ഫോർ ദ സൊസൈറ്റി ദാൻ ₹2000. 2000 രൂപയേക്കാൾ നിങ്ങളാണ്, അംഗങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന്റെ മുതൽക്കൂട്ടെന്ന്, പണമല്ല എന്ന്, വ്യക്തികളാണ് എന്ന് വലിയൊരു പാഠമാണ് ഞങ്ങൾ പഠിച്ചത്. നിർദ്ദേശങ്ങളില്ലാതെ, നിയമങ്ങൾ കോട്ട് ചെയ്യപ്പെടാതെ, ഓക്കെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയപ്പെടാതെ ആ വലിയ തത്വം ഞങ്ങളുടെ ഉള്ളിലേക്ക് കത്തി കൊണ്ട് എഴുതിയതുപോലെ. ഞാൻ മുന്നോട്ട് പോവുകയാണ്. വീണ്ടും മറ്റൊരു മേഖല പരിഗണിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പക്ഷേ അറിയും,
നമ്മൾ ഇന്ന് കോർപ്പറേറ്റ് ട്രെയിനിങ് രംഗത്തും പരിശീലന രംഗത്തും കളികൾ ഉപയോഗിച്ച് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. കളികൾ ഉപയോഗിക്കാതെ, ആക്ടിവിറ്റീസ് ഉപയോഗിക്കാതെ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമ്മളുടെ പ്രഭാഷണങ്ങൾ, നമ്മളുടെ പ്രസംഗങ്ങൾ വർദ്ധിതമായിട്ട് ഡിറക്റ്റീവ് ലാംഗ്വേജിലേക്ക് കടക്കുകയും ഉപദേശ രൂപം സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആക്ടിവിറ്റികളുടെ സഹായത്തോടുകൂടി നമ്മൾ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ, when we learn through doing, when we learn through playing, കളികളിലൂടെ, വിനോദങ്ങളിലൂടെ, ആക്ടിവിറ്റികളിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ ആഴ്ന്നിറങ്ങുന്നത് പോലെ, ആ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ എന്നും എന്നും പതിച്ചു വെക്കപ്പെടുന്നത് പോലെ. ഇവിടെ വീണ്ടും ഞാൻ കാൾ റോജേഴ്സിനെ കൂട്ടുപിടിക്കുകയാണ്. We cannot teach anybody any values. നമുക്ക് ആരെയും മൂല്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാനാവില്ല. നമുക്ക് എന്തേ പറ്റുള്ളൂ? നല്ലത് കാണുമ്പോൾ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. പ്രോത്സാഹിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? പ്രോത്സാഹിപ്പിക്കപ്പെടുന്നവൻ അത് ആവർത്തിക്കാൻ ശ്രമിക്കും. കാരണം എന്താ? നല്ലത് ചെയ്തപ്പോ കയ്യടി കിട്ടിയേ, അപ്പൊ വീണ്ടും ചെയ്താൽ വീണ്ടും കയ്യടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ the person is prone to repeat it. മറ്റുള്ളവർക്ക് എന്താ സംഭവിക്കുക? അവൻ പറഞ്ഞപ്പോ, അവള് പറഞ്ഞപ്പോ അവനും അവൾക്കും കയ്യടി കിട്ടി, ഞാൻ പറഞ്ഞാൽ എനിക്കും കിട്ടുവേ. The other person is prone to replicate it. അതേ വ്യക്തി അത് റിപ്പീറ്റ് ചെയ്യാൻ, ആവർത്തിക്കാൻ സാധ്യത തുറന്നു വരുമെന്നിരിക്കെ മറ്റു വ്യക്തികൾക്ക് അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ അവതരിപ്പിക്കാൻ ഉള്ള സാധ്യതകളും വർദ്ധിതമാകും. ഇതാണ് നോൺ ഡിറക്റ്റീവ് മെത്തേഡ്. കൂട്ടത്തിൽ പറഞ്ഞു വെക്കട്ടെ, നോൺ ഡിറക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഉപദേശമില്ലാതെയുള്ള ഉപദേശമാണ്. ഉപദേശമില്ലാതെയുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ, ഇനി അഥവാ ആരെങ്കിലും ഉപദേശം ഉപയോഗിച്ചാൽ അതാരായിരിക്കണം? അവരുടെ പിയർ ഗ്രൂപ്പ് ആയിരിക്കണം, അവരുടെ സമപ്രായത്തിലുള്ളവരായിരിക്കണം. ഒരു കാര്യം ഉറപ്പുവരുത്തുക, സമപ്രായത്തിലുള്ളവരുടെ നിർദ്ദേശങ്ങൾ കേൾക്കാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല. അവർക്ക് ബുദ്ധിമുട്ടുള്ളത് അധ്യാപകർ, മാതാപിതാക്കൾ, പ്രായത്തിൽ മൂത്തവർ, അധികാര സ്ഥാനത്തിരിക്കുന്നവരൊക്കെയാണ്. സമപ്രായക്കാരിൽ നിന്ന് സ്വീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല. എങ്കിൽ ഓർക്കുക, നോൺ ഡയറക്റ്റീവ് രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ സമപ്രായക്കാർ നമ്മൾ ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് അവരെ ഉപദേശിക്കണമെങ്കിൽ ആ സമപ്രായക്കാർ നമ്മുടെ ചാക്കിലായിട്ടുണ്ടാവണം. അതെങ്ങനെയാണ് സാധിക്കുക? അവരുടെ മനസ്സുകളെ നമ്മൾ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാവണം. ഇതെങ്ങനെ സാധിക്കും എന്ന ചോദ്യത്തിന് ഞാൻ വീണ്ടും ഒരു മേഖല പറയാം. ഉദാഹരണത്തിന്, എല്ലാ മതങ്ങളും ഒരു പക്ഷേ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, പലതരത്തിൽ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഓക്കെ, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം, അച്ഛനെയും അമ്മയെയും മാനിക്കണം, വാപ്പച്ചിയെയും ഉമ്മച്ചിയെയും സ്നേഹിക്കണം, ആദരിക്കണം. എല്ലാ മതവിഭാഗങ്ങളും പറയുന്ന, എല്ലാ ജനസമൂഹങ്ങളും പറയുന്ന ഒരു കാര്യം. കുറച്ചുകൂടെ അങ്ങോട്ട് കടന്നാൽ ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് വെക്കുകയാണ്. എന്നാൽ ആത്മമിത്രയുടെ പരിപാടികളിൽ പങ്കെടുത്തു മടങ്ങുന്ന കുട്ടികൾ ഞങ്ങളുടെ നിർദ്ദേശം കൂടാതെ തന്നെ അവർ വീട്ടിലെത്തുമ്പോൾ അവരുടെ അച്ഛനമ്മമാരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാറുണ്ട്. ഒരു തവണ പോലും നിങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കണമെന്നോ ആദരിക്കണമെന്നോ ഞങ്ങൾ പറയാതെ തന്നെ, ഏകദിന പരിപാടിയാണെങ്കിൽ പോലും അത് കഴിഞ്ഞു മടങ്ങുന്നവർ വീട്ടിലെത്തിയിട്ട് അവരുടെ അച്ഛനമ്മമാരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാറുണ്ട്. ചില സ്കൂളുകൾ ഇത് കരുതി തന്നെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യും. എന്താണ്?
ആദ്യത്തെ ദിവസം കുട്ടികളുടെ പ്രോഗ്രാം, രണ്ടാമത്തെ ദിവസം മാതാപിതാക്കളുടെ പ്രോഗ്രാം. മാതാപിതാക്കളുടെ പ്രോഗ്രാമിന് വലിയ ജനസഞ്ചയം വരുന്ന കാണുമ്പോൾ സ്കൂളുകാര് കരുതി വെച്ച ചായ പോരാതെ വരുമ്പോ അന്തം വിട്ട് അധ്യാപകർ നിൽക്കുമ്പോ മാതാപിതാക്കളിൽ ചിലർ മുന്നോട്ട് വന്ന് ചോദിക്കുകയാണ്, ഇന്നലെ ഇവിടെ എന്താ നടന്നേ? വൈകുന്നേരം വീട്ടിലെത്തിയപ്പോ ഒരിക്കലും പതിവില്ലാത്ത ചില കാര്യങ്ങൾ നടന്നല്ലോ. അനേക വർഷങ്ങൾ ഒരു പക്ഷേ തനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാത്ത തന്റെ മകൾ ഉമ്മ തന്നതിന്റെ സന്തോഷത്തില് എന്താ സ്കൂളിൽ നടന്നേന്ന് തിരിച്ചറിയാനായിട്ട് ഓടി വന്നിരിക്കുക. Now listen, ഞങ്ങൾ ഉപയോഗിച്ച തന്ത്രം എന്താണെന്ന് നിങ്ങളോട് പറയുന്നില്ല, മറിച്ച് അവിടെ ഉണ്ടായ ആ ഇമ്പാക്റ്റ് ആണ് നോൺ വെർബൽ ഓർ നോൺ ഡയറക്റ്റീവ് മെത്തേഡ്. അവിടെ ഉണ്ടായ ആ ഇമ്പാക്റ്റ്, അതായത് അപ്രകാരം ചെയ്യണമെന്ന ഒരു നിർദ്ദേശമോ നിയമമോ മതനിയമങ്ങളോ കോട്ട് ചെയ്യാതെ അത് ചെയ്യുന്ന തലത്തിലേക്ക് ആ മക്കൾ നീക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവർ ഇൻസ്പയർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് വാസ്തവത്തിൽ നോൺ ഡയറക്റ്റീവ് മെത്തേഡ്. ഇനി ഒരു പ്രധാനപ്പെട്ട മേഖല പഴമയുടെ വിസ്ഡം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഒരു പക്ഷെ കേട്ടിട്ടുള്ള ചില പറച്ചിലുകൾ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പറയാം. എന്തുകൊണ്ട് പെൺകുട്ടികൾ കാലുമേ കാലെടുത്ത് വെക്കാൻ പാടില്ല? കാലുമേ കാലെടുത്ത് വെക്കരുത് എന്ന് പറഞ്ഞാൽ കുറച്ച് അക്സെപ്റ്റബിൾ ആയിരിക്കും. പെൺപിള്ളേര് കാലുമേ കാലെടുത്ത് വെക്കരുതെന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ കവിത? പറ്റത്തില്ല. ചോദ്യം വരും, അതെന്തുകൊണ്ടാ പെൺപിള്ളേർക്ക് മാത്രം? നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന വസ്ത്രധാരണ രീതികൾ വെച്ച് ഇളം തിണ്ണയിലോ വാതിൽപ്പടിയിലോ കാലുമേ കാലെടുത്തു വെച്ചാൽ കടന്നു വരുന്ന വ്യക്തി മോളെ നിന്റെ നഗ്നത കാണും. The wisdom of old sayings is always to be respected. പഴമകളുടെ പറച്ചിലുകളിൽ ഒരു വിജ്ഞാനം ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണെന്ന് കണ്ടെത്താൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവരെ കൊണ്ട് ചിന്തിപ്പിക്കുക, വിമർശനാത്മകമായിട്ട് ചിന്തിപ്പിക്കുക, രണ്ടു വശവും ചിന്തിപ്പിക്കുക, തൂക്കി അളക്കാൻ സഹായിക്കുക. ഇവിടെയോ പഴമയുടെ വിസ്ഡം തിരിച്ചറിയാൻ സഹായിക്കുക. ഒരു പക്ഷെ നിങ്ങൾ യോജിക്കാത്ത ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. അടുത്തത് എനിക്ക് സുബൈറിനെ പരിചയമില്ല. കുളി കഴിഞ്ഞ് ആദ്യം മുഖം തോർത്തരുത് കേട്ടോ, ഐശ്വര്യം പോവോ? കുളി കഴിഞ്ഞ് ആദ്യം മുഖം തോർത്തരുത്, ഐശ്വര്യം പോകുമെന്ന്. കുളി കഴിഞ്ഞ് ആദ്യം തല തോർത്തണം, നടു തോർത്തണം എന്ന് പറയുന്ന രണ്ട് സ്കൂളുണ്ട്. അത് ഏതാണേലും എനിക്ക് പ്രശ്നമില്ല. തല തോർത്തണം എന്ന് പറയുന്നവർ തല തോർത്തി കഴിഞ്ഞിട്ട് പുറം തോർത്തണം എന്ന് പറയും. പുറം തോർത്തണം എന്ന് പറയുന്നവർ പുറം തോർത്തി കഴിഞ്ഞിട്ട് തല തോർത്തണം എന്ന് പറയും. കുളി കഴിഞ്ഞ ഉടനെ മുഖം തോർത്തിയാലാണ് ഐശ്വര്യം പോവുക. തലയും പുറം തോർത്തിയാൽ ഐശ്വര്യം പോവില്ല. എന്താണ് പഴമയുടെ വിസ്ഡം? ടൂ വേയാ. തലയിലും പുറത്തും വെള്ളം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്, നീരുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ട് ഒരു വശം. മറുവശോ ഉണങ്ങി വരണ്ട് കിടക്കുന്ന നമ്മുടെ പഴയ വടി പോലത്തെ തോർത്ത്, ആ തോർത്തുകൊണ്ട് നേരെ മുഖം തോർത്തിയാൽ പെൺകുട്ടികളുടെ മുഖത്തിന്റെ മാർദ്ദവം നഷ്ടപ്പെടും, ഐശ്വര്യം പോകും. എന്നാൽ തലയും പുറവും തോർത്തി കഴിയുമ്പോഴേക്കും തോർത്ത് സോഫ്റ്റായി, നനഞ്ഞു. ആ നനഞ്ഞ തോർത്തുകൊണ്ട് മുഖം തോർത്തിയാൽ ഒരു പ്രോബ്ലവും ഇല്ല. Now listen, പഴമ പറയുന്നതിൽ വിരോധമില്ല. പക്ഷെ പഴമ പറയുമ്പോൾ അതിലെ വിസ്ഡമാണ്, അതിലെ വിജ്ഞാനമാണ്, അതിലെ തിരിച്ചറിവാണ് നമ്മുടെ കുട്ടികളിൽ എത്തുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അത് ഉറപ്പുവരുത്തിയാൽ ഒരു പക്ഷേ നമുക്ക് വേണ്ട പിന്തുണ, നമ്മൾ ആഗ്രഹിക്കുന്ന പിന്തുണ അവരിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. ഞാൻ മുന്നോട്ട് പോവുകയാണ്. എന്താണ് അപ്പോൾ നോൺ ഡയറക്റ്റീവ് മെത്തേഡിൽ പറ്റാത്തത്? പറ്റാത്തത് ഇതാണ്: ഒരിക്കലും നമ്മൾ കുട്ടികളെ മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യരുത്. അവനെ പോലെയാകൂ, അവളെ പോലെയാകൂ എന്ന് പറയരുത്.
ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. എന്ത്? ഞാൻ പട്ടാളത്തിലായിരുന്നപ്പോൾ, ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ, ഞാൻ ഗൾഫിൽ പോയി കിടന്ന് പണിയെടുത്തപ്പോൾ. ഡൊമിനിക്കങ്ങൾ ചിരിക്കുന്നു. അടുത്തത് ഞാൻ ഉഗാണ്ടയിലായിരുന്നപ്പോൾ ഞാൻ പറയുമെന്നാണ് ഡൊമിനിക്കങ്ങളുടെ പേടി. ഓക്കെ, അതടക്കം അത്തരം പ്രയോഗങ്ങൾ നമ്മൾ നടത്തുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു ഉയർന്ന സ്ഥാനമാണ്. നമുക്ക് അനുഭവം ഏറെയുണ്ടെന്നും നമ്മളേറെ പ്രായമുള്ളവരാണെന്നും നമുക്ക് കുറച്ചധികം അറിവും തിരിച്ചറിവും ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ ഉയർന്ന സ്ഥാനം എടുക്കുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് അവര് താഴെയായിട്ട് നമ്മൾ കാണുന്നത് പോലെ തോന്നും. പിന്നെ നമ്മൾ പറയുന്നതൊക്കെ അവര് ഡയറക്റ്റീവായിട്ടാണ് എടുക്കുക. അവർ പ്രതിരോധിക്കും, അവരതിനെ തടസ്സപ്പെടുത്തും, അവരതിനെ എതിർത്ത് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കും, അവരതിനെ ചോദ്യം ചെയ്യും, ഒരു പക്ഷേ അവരതിനെ എതിരായിട്ട് പ്രവർത്തിക്കും. എന്നാൽ ശ്രദ്ധിച്ചോളാം, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജിന്റെ കുട്ടികളെ പല വർഷങ്ങൾ അടുപ്പിച്ച് മേയ്ക്കാൻ എനിക്കിട വന്നു. ക്ഷമിക്കണേ, കത്തോലിക്ക കുട്ടികളെ ധ്യാനത്തിന് കൊണ്ടുപോകുന്ന സമയത്താണ് നോൺ കാത്തലിക് ആയിട്ടുള്ള മറ്റു കുട്ടികളെ, ഇതര മതസ്ഥരായിട്ടുള്ള മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങളിലുള്ള കുട്ടികളെ ആ കോളേജ് എനിക്ക് തന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ക്ലാസ് എടുത്താലും അതിന് ധ്യാനം എന്നാണ് പേര്. ക്ഷമിക്കണം, ആ കുട്ടികൾ അങ്ങനെ കേട്ട് തഴച്ചു പോയി. കവിതയ്ക്ക് കോളേജ് ഏതാന്ന് മനസ്സിലായെന്ന് തോന്നുന്നു, ചിരിക്കുന്നുണ്ട്. എന്തായാലും ധ്യാനം നടത്താൻ വരുന്ന അച്ഛനെയും ടീമിനെയും കെട്ടിച്ചിട്ട് ഇതേ ബസ്സിൽ ഞങ്ങൾ കോളേജിലേക്ക് ഇന്ന് തന്നെ മടങ്ങിയെത്തും എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന സംഘം ഉദ്ഘാടനത്തിന് അധ്യാപകർക്ക് നിർബന്ധം ഞങ്ങൾ ടീം മെമ്പേഴ്സ് സ്റ്റേജിൽ കസേരയിൽ ഇരിക്കണം. ആ ഉദ്ഘാടന സമ്മേളനം കഴിയുന്നതിന് മുൻപ് ഞാൻ ടീം ലീഡർ എന്ത് ചെയ്യും? ഞാൻ ഇറങ്ങി ആ സ്റ്റേജിന്റെ പടിയയിലേക്ക് അങ്ങോട്ട് ഇരിക്കും. എന്നിട്ട് ഇൻട്രൊഡക്ടറി സെഷൻ അവിടെ ഇരുന്നോണ്ടാ, ആദ്യത്തെ നിർദ്ദേശങ്ങൾ അവിടെ ഇരുന്നോണ്ടാ. മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എന്ത് മാജിക്കാ സംഭവിച്ചത്? ഒറ്റയടിക്ക് ആ യുവജനങ്ങളായിട്ടുള്ള ആ കുട്ടികള് തിരിച്ചറിയുകയാണ്, ഇവർ നമ്മളോടൊപ്പമാണ്, ഇവർ മേലെ അല്ല, ഇവർ നമ്മളോടൊപ്പമാണ്. ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു ഇവാലുവേറ്റീവ് റിമാർക്ക്, 3 ദിവസത്തെ താമസിച്ചുള്ള പ്രോഗ്രാമിന് ശേഷം ഒരു മുസ്ലിം സഹോദരൻ, എംടെക് പഠിക്കുന്ന ഒരു മുസ്ലിം സഹോദരൻ അതേ കോളേജിൽ നിന്ന് പറഞ്ഞത്, ഇതിലും ഭേദം അച്ഛനും സംഘത്തിനും ഞങ്ങളെ കപ്പത്തടി എടുത്ത് അടിക്കുന്നതായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കപ്പത്തടി എടുത്ത്, ഞങ്ങൾ അടിച്ചൊന്നുമില്ല കേട്ടോ, കപ്പത്തടി എടുത്ത് അടിച്ചാൽ ഇത്രയും വേദന തോന്നില്ലായിരുന്നുവെന്ന്. അതിലേറെ വേദന അല്ലെങ്കിൽ നോവ് ഉള്ളിൽ നിന്ന് തോന്നുമാറാണ് നോൺ ഡയറക്റ്റീവ് മെത്തേഡ് ചെന്ന് പതിച്ചതെന്ന്. ഇതാണ് നോൺ ഡയറക്റ്റീവ് മെത്തേഡിന്റെ മാജിക്. അതുകൊണ്ട് തന്നെ നമുക്ക് പാടില്ലാത്തത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനി പാടുള്ളത്, ആൺമക്കൾക്ക് അപ്പൻ മാതൃകയാവുക, പെൺമക്കൾക്ക് അമ്മ മാതൃകയാവുക, അമ്മമാര് പറ്റുമെങ്കിൽ ചൊറിച്ചിൽ എന്ന് പറയുന്ന അസുഖം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ചൊറിച്ചിൽ മനസ്സിലായില്ലേ? ഒരേ കാര്യം പുറകെ നടന്ന് 40 വട്ടം പറയുന്നത്. ഉറപ്പിച്ചോളൂ, ആ കുട്ടിയുടെ ജീവിതത്തിൽ ആ കാര്യം ചിലപ്പോൾ അനുസരിച്ചില്ല എന്ന് വരും. എത്ര വലിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഏറ്റവും കൗമാരത്തിലും യൗവനത്തിലും കുട്ടികളെ ഏറ്റവും അധികം വെറുക്കുന്ന കാര്യമാണ് നാഗിങ് ആൻഡ് പെസ്റ്ററിങ്. ദയവ് ചെയ്ത് അവർ ചെറുപ്പത്തിൽ വരുത്തിയിട്ടുള്ള തെറ്റുകൾ അവരോട് വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കുക. പിന്നെ ചെയ്യരുതാത്തൊരു കാര്യം, ചെയ്യേണ്ട ഒരു കാര്യം, അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ് ഓഫ് യുവർ വാർഡ് കൊടുക്കുക. എന്താണ് അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ്?
വ്യവസ്ഥകളില്ലാതെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കീഴിലുള്ളവരെ അംഗീകരിക്കുന്ന ഒരു വാചകം അവരോട് പറയുക. പറയാതെ പറയാമെങ്കിൽ നല്ലത്. എന്താണ്? നീ ജയിച്ചാലും തോറ്റാലും നീ എൻ്റെ കുട്ടിയാ. നീ നിന്റെ കഴിവിന്റെ പരമാവധി ചെയ്തിട്ട് ജയിച്ചാൽ സന്തോഷം, എല്ലാവർക്കും സന്തോഷം. തോറ്റാലോ നീ എൻ്റെ മോനാടാ എന്നൊരു വാപ്പ പറഞ്ഞാൽ, എന്നൊരു അച്ഛൻ പറഞ്ഞാൽ, എന്നൊരു പപ്പ പറഞ്ഞാൽ കുട്ടിക്ക് എന്താ ഫീൽ ചെയ്യുക? തോറ്റാലും സ്നേഹിക്കുന്ന, തോറ്റാലും അംഗീകരിക്കുന്ന എൻ്റെ പപ്പയ്ക്ക് വേണ്ടി, എൻ്റെ അച്ഛന് വേണ്ടി, എൻ്റെ വാപ്പയ്ക്ക് വേണ്ടി ഞാൻ ചത്തു കിടന്ന് പഠിക്കുമെന്നാണ് ആ കുട്ടി തീരുമാനിക്കാൻ സാധ്യത. അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസും നോൺ ഡയറക്റ്റീവ് മെത്തേഡിന്റെ അതേ ലൈനിൽ കുട്ടികളിൽ നിന്ന് വളരെ ക്രിയാത്മകമായിട്ടുള്ള, ധനാത്മകമായിട്ടുള്ള ഒരു സമീപന സാധ്യതയ്ക്ക് വഴി തെളിച്ചേക്കാം. ഞാൻ അവസാന വാക്കുകളിലേക്ക് കടക്കുകയാണ്. If you want to win over the youth, do not direct them. നിങ്ങൾക്ക് യുവജനങ്ങളെ ജയിക്കണമെങ്കിൽ അവരുടെ മുൻപിൽ നിർദ്ദേശങ്ങൾ കൊടുക്കരുത്. If you want to win over the youth, do not advise them. നിങ്ങൾക്ക് യുവജനങ്ങളുടെ ഹൃദയങ്ങളെ ജയിക്കണമെങ്കിൽ അവരെ ഉപദേശിക്കരുത്. If you want to win over the youth, if at all you want to advise, let the advice be administered by the peers. യുവജനങ്ങളെ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ, അവരെ നിങ്ങൾക്ക് ഉപദേശിക്കണമെങ്കിൽ നിങ്ങൾ ഉപദേശിക്കരുത്, സമപ്രായക്കാർ മാത്രം ഉപദേശിക്കട്ടെ. If you want, you can even use humor. തമാശ പോലും ഉപയോഗിച്ച്, നോൺ ഡയറക്റ്റീവ് മെത്തേഡിൽ തമാശ പോലും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ട ഫലങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. ആൽബർട്ട് കാമുവിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കുകയാണ്. Don't walk in front of me, I may not follow. Don't walk behind me, I may not lead. Walk beside me, just be my friend. എന്റെ മുൻപേ നീ നടക്കരുത്, ഞാൻ നിന്നെ പിഞ്ചെന്ന് വരില്ല. എന്റെ പിറകെ നീ നടക്കരുത്, ഞാൻ നിന്നെ മുന്നോട്ട് നയിച്ചെന്ന് വരില്ല. എന്റെ കൂടെ നീ നടക്കുക, എന്റെ കൂട്ടുകാരനാവുക. കൗമാരക്കാർക്കും യൗവന പ്രായത്തിലുള്ളവർക്കും ഏറ്റവും ഇഷ്ടം അക്കമ്പനിമെന്റ് ആണ്, ഒരുമിച്ച് നടക്കലാണ്, സഹയാത്രയാണ്. ആ രീതിയിൽ അക്കമ്പനിമെന്റിന്റെ ഒരു മേഖല തീർക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന ആശംസയോടുകൂടി നോൺ ഡയറക്റ്റീവ് മെത്തേഡ് അതിന്റെ പ്രാവർത്തിക തലത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിലും ക്ലാസ് മുറികളിലും മത പഠനശാലകളിലും ഒക്കെ ആവിഷ്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന ആശംസയോടുകൂടി വിരമിക്കുന്നു. നന്ദി.